മലപ്പുറം ജില്ല എന്ന് പറയുന്നത് വിശ്വാസികൾ കൂടുതലുള്ള ഒരു സ്ഥലമാണല്ലോ. അപ്പൊ നല്ല ദീനീബോധത്തോടെ ജീവിക്കുന്നവരായിരിക്കും ഏകദേശം ആളുകൾ. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. സലാം പറഞ്ഞിട്ട് പിന്നെ മടക്കുന്നത് കേട്ടില്ലെങ്കിൽ പിന്നെ വീർപ്പ് പിടിച്ചിടും. സലാം പറഞ്ഞില്ലടോ. അങ്ങനെ ആദ്യം പറഞ്ഞ സലാം കേൾക്കാത്തത് കൊണ്ടാണ് പറയപ്പെട്ട ആള് മടക്കാത്തതെങ്കിൽ സലാം പറഞ്ഞില്ലടോ എന്ന് ചോദിച്ചാൽ തിരിച്ച് ഞാനും സലാം പറഞ്ഞില്ലടോ എന്ന് ചോദിച്ചാൽ മതി. അതിന്റെ എന്ന് പറഞ്ഞാൽ സലാം കേൾക്കാത്തത് കൊണ്ടാണ് ഇയാള് മടക്കാത്തതില്ലേ. കേൾക്കാതെ സലാം മടക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒരാൾ സലാം പറഞ്ഞിട്ട് കേട്ടിട്ടില്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് ഉറക്കം പറയാണ് വേണ്ടത്. അല്ലാതെ സലാം പറഞ്ഞിട്ട് എന്താണോ കേട്ടില്ലേ എന്ന് ചോദിച്ച് ചൂടാകല്ല വേണ്ടത്. സലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ തിരിച്ചും സലാം പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അതേ സ്ഥാനത്ത് അസ്സലാമു അലൈക്കും എന്നൊരാൾ പറഞ്ഞാൽ വഅലൈക്കുമുസ്സലാം എന്ന് തന്നെ തിരിച്ചു മടക്കണം. എന്ന് മാത്രല്ല വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് കൂട്ടിപ്പറയല് സുന്നത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാലോ അസ്സലാമു വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു അങ്ങനെ കൂട്ടിപ്പറയല് സുന്നത്താണ്. ഇരിക്കട്ടെ, ഇങ്ങോട്ട് എങ്ങനെ അഭിവാദ്യം ചെയ്തോ അതിനേക്കാൾ അല്പം കൂട്ടിയിട്ട് പറയില്ല. തിരിച്ച് അങ്ങോട്ടും മുസ്ലിമിന്റെ തഹിയ്യത്തായ സലാം അധികരിപ്പിച്ച് തിരിച്ചു കൊടുക്കൽ സുന്നത്താണ്. അപ്പൊ ചില ആളുകൾക്കൊരു സംശയം, ഫോണ് വിളിച്ചാൽ അസ്സലാമു അലൈക്കും എന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ ആദ്യം തന്നെ ഫോണ് വിളിച്ചിട്ട് ഇപ്പൊ പുതിയ പരിഷ്കാരമാണ്. രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ്, പിന്നെ വൈകുന്നേരമാണെങ്കിൽ ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ തുടങ്ങലും തീർക്കലൊക്കെ ഇപ്പൊ സംസാരം മനുഷ്യന്മാർക്ക് കുറവാണല്ലോ. മനുഷ്യന്മാർക്ക് ഇപ്പൊ പരസ്പരം സംസാരം കുറവാ. സംസാരിക്കണമെങ്കിൽ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്തെത്തണം. നിങ്ങളെ നാട്ടിലെ കഥയല്ല ഞാൻ പറയുന്നത്, പല സ്ഥലത്തുള്ള കഥയാണ്. പരസ്പരം കണ്ടാൽ പോലും ചിലപ്പോ സംസാരിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. മൂപ്പർക്ക് മൊബൈലിൽ ഒരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അത് മടക്കാൻ വലിയ താല്പര്യ. പരസ്പരം